കല്യാണം നടത്തുക, കല്യാണത്തിന് വലീമ കൊടുക്കുക, ഇതൊക്കെ സുന്നത്തുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാടങ്ങ് അപ്പുറം കടന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ ഒരു കല്യാണത്തിന്റെ പേര് നാട്ടിലുള്ള മുഴുവൻ ആളുകളെ സമ്മേളനത്തിന് വിളിക്കുന്ന പോലെ വിളിച്ചു കൂട്ടുക, നാട്ടിലുള്ള പാവപ്പെട്ട മുഴുവൻ കോഴികളെയും വെട്ടിക്കൊലപ്പെടുത്തുക, എന്നിട്ട് അതിനെ മൊത്തം ഇങ്ങനെ ബിരിയാണി ആക്കിയിട്ട് കൊടുക്കുക, ആടിനെ വേറെ ശരിയാക്കുക, പോത്തിനെ വേറെ ശരിയാക്കുക. ഇങ്ങനെയൊക്കെ കല്യാണം ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് തീർന്നോ? യഥാർത്ഥത്തിൽ നിക്കാഹ് കഴിഞ്ഞതോടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇമാമ് കൈ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക, ഇതങ്ങ് പറയുന്നതോടെ കല്യാണം ചെക്കൻ പറയാണ് കബിൽതു. ഈ 4 അക്ഷരം അങ്ങ് പറഞ്ഞതോടെ 2 സാക്ഷികളും കേട്ടതോടെ കല്യാണം കഴിഞ്ഞു. അതോടെ നിക്കാഹും ഇസ്ലാമിലെ കല്യാണം ഒക്കെ കഴിഞ്ഞു. പിന്നെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, മുന്തിക്കെട്ട്. ഞാൻ ഈയിടെ ഒരു കല്യാണത്തിന് ചെന്നപ്പോ ഇത്തിരി താമസിച്ചു പോയി. എന്നെ ചെന്നിറങ്ങിയപ്പോ വീട്ടുകാര് അറിയാതെ മുസ്ലിയാരും ഒക്കെ ഇറങ്ങി സ്റ്റേജിൽ നിന്ന് എന്നെ കൊണ്ടങ്ങ് വീൽ ചെയർ കൊണ്ട് അങ്ങോട്ട് ഇരുത്തി. ഞാൻ നോക്കുമ്പോ എന്താ, ഒരു സാരിയുടെ അറ്റത്ത് 2 വള വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തോണ്ടിരിക്കുക. പെണ്ണുങ്ങൾ 4 ഭാഗത്തും നിന്നോണ്ട് മുന്തിക്കെട്ട്, അവിടെ കെട്ട്, ഇവിടെ കെട്ട്. തീർന്നോ? പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ല വാതിൽ കാണല്, വിളിച്ചോണ്ട് പോക്ക്, ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോക്ക്, അങ്ങോട്ട് വിളിച്ചോണ്ട് വരവ്, ഫ്രിഡ്ജ്, പത്തായം, അതുപോലെ അലമാര, സർവ്വ സാധനങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം. ഇതുകൊണ്ട് തീർന്നോ? പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഈ പാവപ്പെട്ട പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ വയറ് കാണാൻ പോക്ക്, വയറ് കാണാൻ പോക്ക്. ആ വാക്കിലെ തന്നെ അശ്ലീലത നിങ്ങളൊന്ന് നോക്കണം. വയറ് കാണാൻ പോക്ക്. എന്നിട്ട് വയറ് കാണുന്നതിന് 3 മാസത്തേക്ക് 3 പലഹാരം, 7-ാം മാസം പോകുമ്പോ 7 പലഹാരം. പടച്ച തമ്പുരാൻ ഈ പെണ്ണുങ്ങളെ 100 മാസം കഴിഞ്ഞായിരുന്നു പ്രസവിപ്പിച്ചിരുന്നതെങ്കിൽ പലഹാരം ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ പെട്ടുപോകില്ലായിരുന്നോ? എന്താ ഇതൊക്കെ എവിടുന്ന് കിട്ടിയ മാതൃകയാ? അബൂബക്കർ സിദ്ദീഖിലുണ്ടോ ഈ മാതൃക? ഉമറുൽ ഫാറൂഖിലുണ്ടോ ഈ മാതൃക? അലിയുൽ മുർത്തളയിലുണ്ടോ ഈ മാതൃക? ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലുണ്ടോ ഈ മാതൃക? മഹദി ഖദീജയിലുണ്ടോ ഈ മാതൃക? ബീബി ആയിഷയിലുണ്ടോ ഈ മാതൃക? മഹദി ഫാത്തിമയിലുണ്ടോ ഈ മാതൃക? എത്രയെത്രയോ ഇസ്ലാമിന്റെ ഇന്നലകളിൽ കടന്നുപോയ എത്രയോ ധീരരും വീരരുമായ, എത്രയോ സമ്പന്നരായ, എത്രയോ വിദ്യാസമ്പന്നരായ, എത്രയോ സുന്ദരികളായ, എത്രയോ സുന്ദരന്മാരായ മഹാത്മാക്കളുടെ ഇന്നലകളുടെ ചരിത്രങ്ങളിൽ എവിടെങ്കിലും ഈ വയറ് കാണാൻ പോക്കുണ്ടായിട്ടുണ്ടോ? എവിടെങ്കിലും ഈ മുന്തിക്കെട്ട് കണ്ടിട്ടുണ്ടോ? എവിടെങ്കിലും ഈ അങ്ങോട്ട് വിളിച്ചോണ്ട് പോക്കുണ്ടോ? ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരവുണ്ടോ? ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ ഉള്ളവൻ എന്തുവാവാം, ഇതൊക്കെ കാണിച്ചു കൂട്ടാം. പക്ഷെ ഇതിനൊക്കെ കാരണമായിട്ട് തേങ്ങ ഉടയ്ക്കുന്നത് കാണുമ്പോൾ, ആ തേങ്ങ ഉടയ്ക്കുന്നത് കണ്ടിട്ട് ചിരട്ട പോലും ഉടയ്ക്കാൻ കഴിയാതെ കണ്ണുനീരൊടുക്കുന്ന സമുദായത്തിലെ പട്ടിണി പാവങ്ങളുണ്ടല്ലോ. 10ഉം 28ഉം വയസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത പട്ടിണി പാവങ്ങളായ പെണ്ണുങ്ങള് ദിവസത്തിന്റെ സായം സന്ധ്യയില് വിശന്നൊട്ടിയ വയറൊന്ന് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പിച്ചപാത്രവുമായി തെണ്ടിത്തിരിയുന്ന സഹോദരിമാര്, ഒരുപക്ഷെ അവരിൽ പലരുടെയും വിശപ്പിന്റെ വിളി മൂലം ചാരിത്ര്യം പോലും നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ സമുദായത്തിലെ സഹോദരിമാര് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദുരാചാരങ്ങളുണ്ടല്ലോ, ഈ ദുഷിച്ച ആചാരങ്ങളുണ്ടല്ലോ, ഈ ദുഷിച്ച സംസ്കാരങ്ങളുണ്ടല്ലോ, ഈ സ്ത്രീധനത്തിന് വേണ്ടി വിലപേശുന്ന കാളക്കൂറ്റന് വില പറയുന്നത് പോലെ, മാർക്കറ്റിലെ കാളക്കൂറ്റനെ പോലെ സ്ത്രീധനത്തിന് വേണ്ടി, അച്ചാരത്തിന് വേണ്ടി, പോക്കറ്റ് മണിക്ക് വേണ്ടി വിലപേശുന്ന ചെറുപ്പക്കാര്, അവരെ അതിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കന്മാര്, അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന്റെ പേരിൽ ഈ ആചാരങ്ങള് അനാചാരങ്ങള് കാട്ടിക്കൂട്ടുന്നവര്, മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തില് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തീരുമാനമെടുക്കുവോ? എന്റെ സഹോദരങ്ങൾ തീരുമാനമെടുക്കുവോ? അമിതമായ ചെലവുകൾ, ആഡംബരം, ആവശ്യമില്ലാത്ത ആഡംബരം, കല്യാണങ്ങളുടെ പേരിൽ ലക്ഷങ്ങളും 10 ലക്ഷങ്ങളും ചെലവാക്കുന്ന ആഡംബരം, ഈ ആഡംബരങ്ങൾക്കെതിരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തീരുമാനമെടുക്കണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തിന്റെ രുചിയറിഞ്ഞ പ്രവാചകനാണ്. ദാരിദ്ര്യത്തിന്റെ രുചിയറിഞ്ഞ പ്രവാചകനാണ്.
മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രവാചകന്റെ വീട്ടിൽ ഞങ്ങൾ പ്രവാചകന്റെ ഭാര്യമാരുടെ വീടുകളില് ഒരു പ്രാവശ്യം ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് പിന്നെ അടുത്ത ചന്ദ്രൻ ഉദിച്ച് വീണ്ടും ചന്ദ്രൻ അസ്തമിച്ച് മൂന്നാമത്തെ ചന്ദ്രൻ ഉദിക്കുന്നത് വരെയും ഹബീബായ നബിയുടെ വീട്ടിൽ തീ പുകയാത്ത കാലമുണ്ടായിരുന്നു. അതായത് 2 മാസം കഴിയുന്നത് വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ 2 മാസത്തിനുള്ളിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹിയുടെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ അവിടുത്തെ അടുപ്പില് 2 മാസം തുടർച്ചയായിട്ട് തീ പുകഞ്ഞിട്ടില്ല.